അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മൾ താമസിക്കുന്ന അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇക്കയുടെ മലയാളി ഒരു ഇക്കയുടെ കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ പൊറാട്ടയും അതേപോലെ ചിക്കൻ ചില്ലി കിട്ടും. അടിപൊളി സംഭവമാണ്. അപ്പോൾ അതും പിന്നെ നമ്മളൊരു അമ്പൂർ ബിരിയാണിയും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു അമ്പൂർ ബിരിയാണി കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് നമ്മൾ കാര്യമായിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്കപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഒരു 10 മണിക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു തുടങ്ങിയത് നമുക്ക് പോവാൻ വിശക്കണം. അപ്പം അങ്ങനെ ഒരു 1 മണിയായപ്പോൾ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ കാത്തിരുന്ന് നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്, പൊറോട്ട എത്തിയിട്ടുണ്ട്, ചിക്കൻ ചില്ലി എത്തിയിട്ടുണ്ട്. ചിക്കൻ ചില്ലി കാണാനായിട്ട് തന്നെ അടിപൊളിയാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നല്ല ഫുഡായിരുന്നു. ഇവിടെ റേറ്റും റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ്. പക്ഷെ ബിരിയാണി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഒരു റാപ്പിഡോ വിളിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പോട്രി ടൗണിലേക്കാണ്. കാരണം നല്ല വെയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ചിക്പേട്ടിൽ പോയി കഴിഞ്ഞാൽ ആകെ കരിഞ്ഞുണങ്ങിപ്പോവും. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് പോട്രി ടൗണിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോട്രി ടൗണിൽ ആണെങ്കിൽ എന്താ പറയുക, നമ്മൾ 200 രൂപ എന്നൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ പോയപ്പോഴത്തേക്കും ഇവിടെ ചോദിച്ചപ്പോൾ ഒരു 100 രൂപയാണ് കേട്ടോ ഒരു സെഷന് പറഞ്ഞത്. പക്ഷേ ഒരു സെഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് കഷ്ടിച്ച് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് നമ്മളിങ്ങനെ കൈ വയ്ക്കും, അപ്പോഴത്തേക്കും ഒരു പോട്ടാവും. അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ അത്. അപ്പോൾ ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ടൈം നമുക്കിരുന്ന് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നു. പക്ഷേ അങ്ങനെയല്ല, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറയുക, അവരടുത്ത ആളെടുക്കും കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മുടെ കൈ ഒന്ന് കഴുകാൻ പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടുവിൽ 2 തമ്പ് കൊണ്ടും നടുവിലിങ്ങനെ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക. നമുക്ക് എന്തുണ്ടാക്കേണ്ടതെന്ന് നമുക്ക് മോഡൽ റെഫറൻസ് വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ക്ലേഡ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചെയ്തപ്പോൾ നല്ലൊരു രസം തോന്നി കേട്ടോ. സംഭവം നല്ല രസമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ 2 വട്ടം ചെയ്തു. നമ്മൾ 2 സാധനങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഒരു സെഷന് 100 വെച്ചിട്ടാണ് അവർ വാങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ടോട്ടൽ ഒരു 200 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 200ഉം അവൾ 200. അങ്ങനെ നമ്മൾ 2 സാധനങ്ങളാണ് ഉണ്ടാക്കിയത്. ഞാൻ ഈ ഒരു വേസ് പോലെ സിമ്പിളായിട്ടുള്ളൊരു ഗ്ലാസ് പോലത്തെ ഇത് ഉണ്ടാക്കി. പിന്നെ നമ്മൾ എന്താ പറയുക, ആളാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഒരു സെഷൻ എന്ന് പറയുന്നത് മാക്സിമം ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ എന്തായാലും പോവില്ല. കാരണം അധികം ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അപ്പുറത്ത് തന്നെ ഈ ഒരു പയ്യനും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ പീസ് വെച്ചിട്ട് ആ ഒരു അങ്കിളിൻ്റെ അടുത്തും പിന്നെ ഓരോ പീസ് വെച്ചിട്ട് ഇവിടെയും ചെയ്തു. അപ്പോൾ ആളാണെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്റാണ്. ആൾ യങ്ങും ആണോ ഒന്നുകൂടി ക്രിയേറ്റീവും ഫാസ്റ്റുമാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഇവർ ചെയ്ത് കാണാനായിട്ട്. എന്ത് പെട്ടെന്ന് അത് ഉണ്ടാക്കുന്നതെന്ന് അറിയോ, ലൈക്ക് മിനിറ്റുകൾ മതി. ഞാൻ വിചാരിച്ചതൊക്കെ കുറേ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ഇവർ നമുക്ക് പാക്ക് ചെയ്ത് തരുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ വയ്ക്കാൻ പറ്റിയ കാർഡ്ബോർഡ് ബോക്സ് ആൾക്ക് തിരഞ്ഞിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കാർഡ്ബോർഡ് ബോക്സിൽ ആക്കി വെച്ചു. പിന്നെ നമ്മൾ കൈയെല്ലാം കഴുകി, ലൈക്ക് ഞാൻ മോതിരം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം ഇത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും മോതിരം കൈമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഓട്ടോ വിളിച്ചിട്ട് ഇത് തിരിച്ച് റൂമിൽ കൊണ്ടുപോയി സേഫായി വെച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മളിവിടെ പോവാം. എവിടെയാണ് ചിക്പേറ്റി പോകാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിക്പേറ്റിന് കുറേ റീൽസ് കണ്ടിട്ടുണ്ട്, ഭയങ്കര ചീപ്പാണ് കാര്യങ്ങളാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ച് ചിക്പേറ്റിലെത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി അത്ര ചീപ്പായിട്ട് തോന്നിയില്ല. ബട്ട് ചില സാധനങ്ങളുണ്ട് കേട്ടോ, ചിലതൊക്കെ ഒരു നല്ല റേറ്റാണ് പറയുന്നത്, ചില സാധനങ്ങൾ കുഴപ്പമില്ലാത്ത റേറ്റാണ്. ഇപ്പോൾ ഈ ഒരു കുർത്തി സെറ്റ് ഒരു 650 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുവിധം തളർന്നു, ഒരുവിധമായി. അപ്പോൾ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ കയറി MG മെട്രോ സ്റ്റേഷനിലേക്ക്, മെട്രോ കയറി MG മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിട്ടോ. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി റേറ്റ് കുറച്ച് കൂടിപ്പോയി അത് വാങ്ങിയതിന്. അങ്ങനെ നമ്മൾ അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി, മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ അടുത്തുള്ള കടകളിലൊക്കെ പോയി കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി. പിന്നെ ഉപ്പിലിട്ട മാങ്ങയില്ല, മുളകിട്ട മാങ്ങ വാങ്ങി. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഈ സാരിക്കൊക്കെ 200 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ചിക്പേറ്റിൽ സ്റ്റീൽ ഡീലാണ്. ലൈക്ക് ലിറ്ററലി 200 രൂപയ്ക്ക് സാരി, ഈ 3 സാരികൾ നമ്മൾ 200 രൂപ വെച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അവിടുന്ന്
അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ട്. പിന്നെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവിന് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു കുർത്തി സെറ്റിന് 350 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ എന്താ പറയുക, നമ്മൾ തപ്പിയെടുത്ത് നമുക്ക് കിട്ടും. പക്ഷേ ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിപ്പോൾ ഒരു നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ പോയ ടൈമിൽ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ പോവുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ബ്രേസ്ലെറ്റാണ്. ഇത് ഞാൻ MG മെട്രോ സ്റ്റേഷനിൽ വാങ്ങിയതാട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് കിടന്നു. കാരണം നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് അവൾക്ക് തിരിച്ച് ചെന്നൈയിലോട്ട് ട്രെയിൻ ഉണ്ടായിരുന്നു. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇങ്ങനൊരു ഡേ ഔട്ടിന് പോവുക, എൻജോയ് ചെയ്യുക.